വെൽക്കം ടു SSC മലയാളി. ഞാൻ സനൂപ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ 1.5 മാസം മുന്നേ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് 2021 ജാനുവരി മുതൽ 2021 ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അഡീഷണലായിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 2 മാസത്തെ കറണ്ട് അഫയേഴ്സും കൂടാതെ 2020 നവംബർ, ഡിസംബർ ഈ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സുമാണ്. ഇതിനു പുറമെ നമ്മൾ 100 ഫാക്ട്സ് തികക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ജാനുവരി മുതൽ ജൂലൈ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കറണ്ട് അഫയേഴ്സിന് പുറമെ കുറച്ചും കൂടി ഒരു അഡീഷണൽ ഫാക്ട്സ് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ മിസ്സായി പോയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കൂടി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ക്ലാസ്സിലും 100 കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും കൂടി ചേരുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 200 കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്ലാസ് MTS എക്സാമിന് പോകാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും വളരെ ബെനിഫിറ്റ് ഉള്ളതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് മാത്രമല്ല, ഇതിന് മുന്നേ ചെയ്ത പാർട്ട് 1 ടോപ്പ് 100 കറണ്ട് അഫയേഴ്സ് എന്ന ആ ഒരു ക്ലാസ് കൂടി എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ഫാക്റ്റാണ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2020 നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. പിന്നെ 2020 ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ് പറയും. പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് പറയും. പിന്നീട് ജാനുവരി മുതൽ ജൂലൈ വരെയുള്ള കുറച്ച് അഡീഷണൽ ഫാക്ട്സ് കൂടി പറയും. ഓക്കെ, സോ ഫസ്റ്റ് ഫാക്റ്റ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ചസ് ഇന്ത്യാസ് ഫസ്റ്റ് സീപ്ലെയിൻ സർവീസ് ഇൻ ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലാണ്. എവിടെയാണ് എന്ന് ഓർത്ത് വെക്കുക. സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഉണ്ടല്ലോ, നമ്മളെ നർമ്മദ റിവറിന് സമീപമുള്ള സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി, അതിനും സബർമതി റിവറിനും സമീപത്തായിട്ടാണ്, അതിന് ഇടയിലായിട്ടാണ് ഈ ഒരു സീപ്ലെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. ലോഞ്ച് ചെയ്ത ആളാണ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ ഫാക്റ്റ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ്സ് ആരോഗ്യ വൻ ഇൻ ഗുജറാത്ത് നർമ്മദ ഡിസ്ട്രിക്റ്റ്. ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തതാണ് ആരോഗ്യ വൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു 17 ഏക്കർ ലാൻഡ് ഉണ്ട്. അപ്പോൾ ആ 17 ഏക്കർ ലാൻഡിൽ ഏതാണ്ട് കുറേ തരത്തിലുള്ള പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, അറൗണ്ട് 380 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഇതൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യോഗ, ആയുർവേദ, മെഡിറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവയർനെസ് കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആരോഗ്യ വൻ എവിടെയാണെന്ന് ഓർക്കുക, ആരാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നും ഓർക്കുക. അടുത്ത ഫാക്റ്റ്. യുനെസ്കോ അലോട്ട്സ് ഇന്ത്യാസ് പന്ന ടൈഗർ റിസർവ് ബയോസ്ഫിയർ റിസർവ് സ്റ്റാറ്റസ്. ഇന്ത്യക്ക് പുതിയൊരു ബയോസ്ഫിയർ റിസർവ് ഇതോടുകൂടി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. യുനെസ്കോ അനുവദിച്ചിരിക്കുന്നു. അതാണ് പന്ന ടൈഗർ റിസർവ്. എവിടെയാണ് പന്ന ടൈഗർ റിസർവ്? മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണ് പന്ന ബയോസ്ഫിയർ റിസർവ്സ്. ഇപ്പോൾ ടോട്ടൽ ഇന്ത്യക്ക് ഇപ്പോൾ എത്ര ബയോസ്ഫിയർ റിസർവ്സ് ആണുള്ളത് അതുകൊണ്ട് ഓർക്കുക. അപ്പോൾ ഈ ഒരു ബയോസ്ഫിയർ റിസർവ് വരുന്നതിന് മുന്നേ ഇന്ത്യക്ക് 11 ആയിരുന്നു. സോ ഈ പന്ന ടൈഗർ റിസർവ് കൂടി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി ഇന്ത്യക്ക് ടോട്ടൽ 12 ബയോസ്ഫിയർ റിസർവ്സ് ആണ് നിലവിലുള്ളത്. ഓക്കെ, അടുത്ത ഫാക്റ്റ്. IPL 2020 ആരാണ് ജയിച്ചത്? മുംബൈ ഇന്ത്യൻസ് ആണ്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് IPL 2021 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നത്തെ വർഷം IPL 2020 നടന്നത് UAE-യിലായിരുന്നു. അപ്പോൾ അത് ജയിച്ചിരുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിൽ പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് ആണ് ട്രോഫി കരസ്ഥമാക്കിയത്. അടുത്ത ഫാക്റ്റ്. 12th ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിൻ്റെ ചെയർമാൻഷിപ്പിലാണ് 12ാമത് ബ്രിക്സ് സമ്മിറ്റ് നടന്നത്. 13ാമത് ബ്രിക്സ് സമ്മിറ്റിൻ്റെ ചെയർമാൻഷിപ്പ് കിട്ടിയുള്ളത് ഇന്ത്യക്കാണ്. ഓക്കെ, അടുത്ത ഫാക്റ്റ്. 48ാമത് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ് 2020 പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് അഭിമാനകരമായിട്ട് ഒരു സീരീസാണ് ഉണ്ടായുള്ളത്. അതാണ് ഡൽഹി ക്രൈം എന്ന് പറയുന്ന സീരീസ്. ഡൽഹി ക്രൈമിന് ബെസ്റ്റ് ഡ്രാമ സീരീസ് എന്നുള്ള അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
48ാമത് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സിൽ. അടുത്ത ഫാക്ട്, ദ സെക്കൻഡ് വേൾഡ് ഹെൽത്ത് എക്സ്പോ വാസ് ഇനാഗുറേറ്റഡ് ഓൺ November 11 ഇൻ വുഹാൻ. വുഹാൻ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആ ഒരു പേരാണ്, ആ സ്ഥലമാണ്. ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നത്. സോ കൊറോണ വൈറസ് എന്തിനെ ബാധിക്കുന്നതാണ്? ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അപ്പം വേൾഡ് ഹെൽത്ത് എക്സ്പോ നടന്നത് എവിടെയാണ് നോർത്താൽ നമ്മൾ ഈ ഒരു കാര്യം അതുമായി ലിങ്ക് ചെയ്ത് ഓർക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ഫാക്റ്റാണ്, കാംബ്രിഡ്ജ് ഡിക്ഷണറി ഹാസ് നെയ്മഡ് ക്വാറന്റൈൻ ആസ് ദ വേർഡ് ഓഫ് ദ ഇയർ 2020. 2020 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ക്വാറന്റൈനെയാണ് കാംബ്രിഡ്ജ് ഡിക്ഷണറി സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ഫാക്ട്, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ തേരി ഗർവാൾ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നു. എവിടെ? ഉത്തരാഖണ്ഡിൽ. 10ാമത്തെ ഫാക്ട്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഇൻ മിർസാപൂർ ആൻഡ് സോൺഭദ്ര ഡിസ്ട്രിക്ട്സ് ഓഫ് വിദ്യാചൽ റീജിയൻ ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിരിക്കുന്നു. എവിടെയാണതുള്ളത്? ഉത്തർപ്രദേശിലെ മിർസാപൂറിൽ. ഓക്കെ, അതായത് സോൺഭദ്ര ഡിസ്ട്രിക്റ്റിൽ. ഓക്കെ, ആ ഒരു ഫാക്റ്റ് ഓർക്കുക. അടുത്തത്, ഇന്ത്യാസ് ഫസ്റ്റ് സാൻഡൽവുഡ് മ്യൂസിയം ഈസ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആരണ്യ ഭവൻ, മൈസൂരു, കർണാടക. കർണാടകത്തിലെ മൈസൂരിലെ ആരണ്യ ഭവനിൽ ഇന്ത്യയുടെ ആദ്യത്തെ സാൻഡൽവുഡ് മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മൈസൂരിലാണെന്ന് ഓർത്താൽ മതി കേട്ടോ. സാൻഡൽവുഡ് മ്യൂസിയം, ഇന്ത്യയുടെ ആദ്യത്തെ സാൻഡൽവുഡ് മ്യൂസിയം. 12ാമത്തെ ഫാക്ട്, ഗ്രെഗ് ബാർക്ലേ ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ICC, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അത് പഠിക്കുമ്പോൾ ഓർക്കുക, അതിന് മുന്നേ ആരായിരുന്നു ICCയുടെ ചെയർമാൻ? ഇന്ത്യക്കാരനായിട്ടുള്ള ശശാങ്ക് മനോഹർ ആയിരുന്നു. ശശാങ്ക് മനോഹറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഗ്രെഗ് ബാർക്ലേ ആ സ്ഥാനത്തേക്ക് വരുന്നത്. ന്യൂസിലാൻഡുകാരനാണ്. 13ാമത്തെ ഫാക്ട്, ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള പരം സിദ്ധി ഹാസ് അച്ചീവ്ഡ് 63rd റാങ്ക് ഇൻ ദ ലിസ്റ്റ് ഓഫ് 500 മോസ്റ്റ് പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ 500 പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 63ാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള പരം സിദ്ധിയാണ്. ഓക്കെ, 14ാമത്തെ ഫാക്ട്, ഡെനിൽ മെഡ്വഡേവ് റഷ്യക്കാരനാണ്. ഡൊമിനിക് തീമിനെ തോൽപ്പിച്ചുകൊണ്ട് 2020 ATP ടൂർ ഫൈനൽസ് ജയിച്ചിരിക്കുന്നു. 2020 ATP ടൂർ ഫൈനൽസ് ജയിച്ചതാരാണ്? ഡെനിൽ മെഡ്വഡേവ്. അത് മാത്രം ഓർത്താൽ മതി, ഇതൊന്നും ഓർക്കണമെന്നില്ല. ഓക്കെ, അടുത്തത്, സദത്ത് റഹ്മാൻ ഫ്രം Bangladesh has been awarded the prestigious International Children's Peace Prize 2020. International Children's Peace Prize ആർക്കാണ് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സദത്ത് റഹ്മാൻ, ബംഗ്ലാദേശുകാരനാണ്. ഓക്കെ, 16ാമത് ഫാക്ട്, ചൈന ഹാസ് സെൻറ്റ് ഇൻ ടു സ്പേസ് ദ വേൾഡ്സ് ഫസ്റ്റ് 6G എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ്. ലോകത്തിലെ ആദ്യത്തെ 6G എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ് സ്പേസിലേക്ക് വിട്ട രാജ്യം ഏതാണ്? ചൈന. 17ാമത്തെ ഫാക്ട്, ബജ്രംഗ് പൂണിയ ആൻഡ് അൽവനിൽ വലാരിവൻ ബാഗ്ഡ് ദ ടോപ്പ് ഹോണേഴ്സ് അറ്റ് ദ വെർച്വലി ഹെൽഡ് FICCI ഇന്ത്യാസ് സ്പോർട്സ് അവാർഡ്സ് 2020. അതായത് ഈ വർഷത്തെ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് മെയിൽ കാറ്റഗറിയിൽ തിരഞ്ഞെടുത്തത് ബജ്രംഗ് പൂണിയാണ്. ബജ്രംഗ് പൂണിയ ആരാന്നറിയാം? 65 കിലോഗ്രാം കാറ്റഗറിയിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ എൽവനിൽ വലാറിവൻ എന്ന് പറയുന്നത് ഫീമെയിൽ കാറ്റഗറിയിൽ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആളാണ്. ഇദ്ദേഹം എന്തുമായി അസോസിയേറ്റ് ചെയ്തതാണ്? ഷൂട്ടിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത ആളാണ്. ഓക്കെ, 18ാമത് ഫാക്ട്, ജോ ബൈഡൻ, കമല ഹാരിസ് ജോയിൻലി നെയ്മഡ് ടൈംസ് പേഴ്സൺ ഓഫ് ദ ഇയർ 2020. 2020 ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ 2020 ആയിട്ട് സെലക്ട് ചെയ്തത് ആരാണ്? ജോ ബൈഡനെയും കമല ഹാരിസിനെയും, രണ്ടുപേരെയും. അമേരിക്കയുടെ
പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. 19ാമത്തെ ഫാക്ട്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2020 ഇതിലെ റാങ്കിങ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ റാങ്ക് 131 ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 131. ഈ ഒരു ഇൻഡെക്സ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്, UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതേപോലെ തന്നെ മറ്റൊരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് 111. രണ്ട് ഓർക്കുക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 131, ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 111. ന്യൂസിലാൻഡ് ഹാസ് ഡിക്ലെയർഡ് എ ക്ലൈമറ്റ് എമർജൻസി ആൻഡ് പ്രോമിസ്ഡ് to make its public sector carbon neutral by 2025. ന്യൂസിലാൻഡ് ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പ്രഖ്യാപിക്കുന്നതിലൂടെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക് സെക്ടറിനെ കാർബൺ ന്യൂട്രലാക്കി മാറ്റുക. എപ്പോഴത്തോടുകൂടി? 2025 ആകുമ്പോഴേക്ക് പബ്ലിക് സെക്ടേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് കാർബൺ ന്യൂട്രലാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ന്യൂസിലാൻഡ് ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു. ഈ ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് ആദ്യമായിട്ട് ന്യൂസിലാൻഡ് ഒന്നല്ല. ന്യൂസിലാൻഡ് 32ാമത് രാജ്യമാണ് ഈ ഒരു ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ 31 രാജ്യങ്ങളും ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 22ാമത്തെ ഫാക്ട്, ചൈന ഹാസ് ബിക്കം ദ സെക്കൻഡ് കൺട്രി ഇൻ ദ വേൾഡ് ടു അൺഫേൾ ഇറ്റ്സ് നാഷണൽ ഫ്ലാഗ് ഓൺ ദ മൂൺ സർഫസ്. മൂൺ സർഫസിൽ നാഷണൽ ഫ്ലാഗ് സ്ഥാപിച്ചിട്ടുള്ള രണ്ടാമത്തെ രാജ്യമാണ് ചൈന. അപ്പോൾ ആദ്യത്തെ ആരായിരിക്കും? USA. 1969 കാലഘട്ടത്തിൽ തന്നെ അവരുടെ നാഷണൽ ഫ്ലാഗ് മൂണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സെക്കൻഡ് രാജ്യമാണ് ചൈന. യൂണിയൻ മിനിസ്റ്റർ ഫോർ ട്രൈബൽ അഫയേഴ്സ് അർജുൻ മുണ്ട ഹാസ് ലോഞ്ച്ഡ് ദ ഫസ്റ്റ് എവർ വെർച്വൽ എഡിഷൻ ഓഫ് ആദി മഹോത്സവ്. ആദി മഹോത്സവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. യൂണിയൻ മിനിസ്റ്ററായിട്ടുള്ള അർജുൻ മുണ്ടയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, വെർച്വലായിട്ടാണ് ഈ പരിപാടി നടന്നിട്ടുണ്ടായത് കോവിഡിൻ്റെ സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട്. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി നെയ്മഡ് ദ ന്യൂലി ബിൽഡ് മജർഹട്ട് ബ്രിഡ്ജ് ഇൻ കൊൽക്കത്ത ആസ് ജയ് ഹിന്ദ് ബ്രിഡ്ജ്. പുതിയതായിട്ട് ബിൽഡ് ചെയ്തതാണ് മജർഹത്ത് ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ പേര് മാറ്റി ജയ് ഹിന്ദ് ബ്രിഡ്ജ് എന്നാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ 125ാമത് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേര് വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി തിരഞ്ഞെടുത്തത്. ജയ് ഹിന്ദ് ബ്രിഡ്ജ് എന്നാണ് പേര്. ദ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ FIH had announced that the 2023 FIH Men's Hockey World Cup will be hosted by Odisha. 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ, ഒഡീഷ. ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ചൗധരി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 27th ഡയറക്ടർ ജനറൽ ഓഫ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അഥവാ BROയുടെ ഡയറക്ടർ ജനറലായിട്ട് ലഫ്റ്റനന്റ് ജനറലായിട്ടുള്ള രാജീവ് ചൗധരിയെ നിയോഗിച്ചിരിക്കുന്നു. അടുത്ത ഫാക്ട്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2020 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ റാങ്ക് 8. ടെററിസം ഇൻഡെക്സ് 8 ഇന്ത്യയുടെ റാങ്ക്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് CCPI, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 10. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഹാസ് ഗ്രാബ്ഡ് ദ 41st സ്പോട്ട് ഇൻ the 2020 list of Forbes 100 most powerful women in the world. ഫോബ്സ് 100 പവർഫുൾ വുമൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. ആ ലിസ്റ്റിൽ 41ാം സ്ഥാനം ആർക്കാണ് കിട്ടിയത്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമന്. ഓക്കെ, BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ 2020 ഓർക്കുക, ലൂയിസ് ഹാമിൽട്ടൺ ആണ് കേട്ടോ. BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ 2020. ലൂയിസ് ഹാമിൽട്ടൺ എന്തുമായി അസോസിയേറ്റ് ചെയ്തതാണ്? ഫോർമുല 1 റേസിംഗുമായി അസോസിയേറ്റ് ചെയ്തതാണ്. 2020 BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ. 31ാമത് ഫാക്ട്, രാജ് കമൽ ജ ഹാസ് വോൺ ദ 3rd രവീന്ദ്രനാഥ്
ടാഗോർ ലിറ്ററസി പ്രൈസ് ഫോർ ഹിസ് നോവൽ ദ സിറ്റി ആൻഡ് ദ സീ. ദ സിറ്റി ആൻഡ് ദ സീ എന്ന നോവലിനാണ് മൂന്നാമത് രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററസി പ്രൈസ് കിട്ടിയുള്ളത്. അത് എഴുതിയ ആരാണ്? രാജ് കമൽ ജ. ഓക്കെ, രാജ് കമൽ ജ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻസ് വാസ് അവാർഡഡ് ടു ഡോക്ടർ കരോളിന അറൗജോ. ഡോക്ടർ കരോളിന അറൗജോക്കാണ് 2020 രാമാനുജൻ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. രാമാനുജൻ എന്തുമായി അസോസിയേറ്റ് ചെയ്തതാണ് നമുക്കറിയാം, മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. സോ മാത്തമാറ്റീഷ്യനുള്ള ആ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഡോക്ടർ കരോളിന അറൗജോക്കാണ്. അടുത്തത്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് പ്രസന്റഡ് അമേരിക്കാസ് ഹയസ്റ്റ് മിലിറ്ററി ഡെക്കറേഷൻ ദ ലെജിയൻ ഓഫ് മെറിറ്റ് ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള നരേന്ദ്രമോദിക്കാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ഡെക്കറേഷനായിട്ടുള്ള ലെജിയൻ ഓഫ് മെറിറ്റ് സമർപ്പിച്ചിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു അംഗീകാരം പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഫാക്റ്റ്, ടോക്കിയോ ഒളിമ്പിക്സ് 2020 സമാപനം കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എത്തിയുള്ളത്, ചാമ്പ്യൻഷിപ്പ് കിട്ടിയുള്ളത് ആർക്കാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. 119 മെഡലുകളാണ് അമേരിക്ക സ്വന്തമാക്കിയുള്ളത്. ഇതിൽ 39 സ്വർണം ഉൾപ്പെടും. സെക്കൻഡ് എത്തിയിട്ടുള്ളത് ചൈനയായിരുന്നു. ചൈനയ്ക്ക് 38 ഗോൾഡായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ 48ാം സ്ഥാനം കരസ്ഥമാക്കി. ഇന്ത്യ നേടിയ ടോട്ടൽ മെഡലുകളാണ് 7 കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 7 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതിൽ 1 ഗോൾഡ് ഉൾപ്പെടുന്നു. ഓക്കെ, ആ ഗോൾഡ് കിട്ടിയ ആർക്കാണ്? എല്ലാവർക്കും അറിയാം, പേപ്പറുകളിൽ നിറഞ്ഞു വന്നിരുന്നു. നീരജ് ചോപ്ര, ഹരിയാനക്കാരനാണ്. ജാവലിൻ ത്രോ എന്ന ഐറ്റത്തിനാണ് ഈ ഒരു സ്വർണം കിട്ടുന്നത്. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. അത് സ്വർണം തന്നെയായിരുന്നു. ഓക്കെ, അതാണ് ജാവലിൻ ത്രോയിലൂടെ നീരജ് ചോപ്ര കരസ്ഥമാക്കിയത്. സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? 2 പേർക്കാണ്. ഒന്ന് മീരാബായ് ചാനു ആണ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് കാറ്റഗറിയിലാണ്, 49 കിലോഗ്രാമിൽ. പിന്നെ രവി ദഹിയ 57 കിലോഗ്രാം കാറ്റഗറിയിൽ റെസ്ലിംഗിൽ, അദ്ദേഹത്തിനും സിൽവർ മെഡലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബ്രോൺസ് മെഡൽ കിട്ടിയ ആൾക്കാരാണ് ഒന്ന് ലോവ്ലിന ബോർഗോഹെയ്ൻ ബോക്സിങ്ങിൽ, ബാഡ്മിൻ്റണിൽ PV സിന്ധു, 65 കിലോഗ്രാം റെസ്ലിംഗിൽ ബജ്രംഗ് പൂണിയ, മെൻസ് ഹോക്കിയിൽ ജർമ്മനിയെ തോൽപ്പിച്ചിട്ട് 3rd പ്രൈസിന് വേണ്ടിയുള്ള മത്സരം ഇന്ത്യ ജയിച്ചു. അങ്ങനെ അതിലും ഇന്ത്യക്ക് ഒരു ബ്രോൺസ് മെഡൽ കിട്ടി. വനിതാ ഹോക്കിയിലും ഇന്ത്യ 3rd പ്രൈസിന് വേണ്ടിയുള്ള മത്സരം കളിച്ചെങ്കിലും അവസാനം പൊരുതി തോൽക്കുകയായിരുന്നു. സോ ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സ് 2020 7 മെഡലുകൾ കിട്ടി. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം. ഓക്കെ, അടുത്ത ഫാക്റ്റ്, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് വിൽ ബി റീനെയിംഡ് ആസ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ റീനെയിം ചെയ്തിരിക്കുകയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് പ്രഖ്യാപിച്ചു. എല്ലാ മാസവും കൊടുക്കുന്നതാണ് ICC പ്ലെയർ ഓഫ് ദ മന്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും 4-5 മാസത്തെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പറഞ്ഞിട്ടുണ്ടായതാണ്. ഞാൻ ജൂലൈ മുതൽ അങ്ങോട്ടിലാണ് ഇപ്പോൾ പറയുന്നത്. ജൂലൈ മാസം കിട്ടിയിട്ടുള്ളത് ഷക്കീബ് അൽ ഹസൻ ആണ്. ഷക്കീബ് അൽ ഹസൻ ബംഗ്ലാദേശുകാരനാണ് കേട്ടോ, ബംഗ്ലാദേശ് ക്രിക്കറ്റ്. വനിതകളിൽ കിട്ടിയുള്ളത് സ്റ്റെഫനി ടൈലർ, വെസ്റ്റ് ഇൻഡീസുകാരി സ്റ്റെഫനി ടൈലർ, ബംഗ്ലാദേശ് അല്ല, വെസ്റ്റ് ഇൻഡീസ്. ഓക്കെ, പിന്നെ ഓഗസ്റ്റ് മാസം കിട്ടിയുള്ളത് ജോ റൂട്ട്, ഇംഗ്ലീഷ് ക്രിക്കറ്റർ. വനിതകളുടെ അരികേട്ടത് എലിമിയർ റിച്ചാർഡ്സൺ. ഓക്കെ, സോ ഇത്രയും പേരുകൾ ഓർക്കുക. സെപ്റ്റംബർ മാസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായില്ല ഈ അവാർഡ്. ഓക്കെ, അടുത്ത ഫാക്റ്റ്, 4 more സൈറ്റ്സ് ഇൻ ഇന്ത്യ ആഡഡ് ടു റാംസാർ ലിസ്റ്റ്. റാംസാർ ലിസ്റ്റിലേക്ക് 4 സൈറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഓർക്കുക. ഗുജറാത്തിലെ 2 സ്ഥലങ്ങളാണ്, ഒന്ന് തോൾ, പിന്നൊന്ന് വധ്വാന. ഹരിയാനയിൽ 2 സൈറ്റുകളുണ്ട്, സുൽത്താൻപൂർ ആൻഡ് ബിന്ദാവാസ്. ഓക്കെ, സോ ഈ 4 സൈറ്റുകൾ കൂടി ഇന്ത്യയുടെ റാംസാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിലവിൽ ഇന്ത്യക്ക് 46 റാംസാർ സൈറ്റുകളാണുള്ളത്. 46 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. അടുത്ത ഫാക്റ്റ്, എ 19-year-old പാകിസ്ഥാനി ക്ലൈംബർ ഷെഹ്റോസ കാസിഫ് became the youngest person in the world to reach the summit of Mount K2. നമുക്കറിയാം മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം, അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ മലനിരകൾ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ മൗണ്ട് K2 ആണ്. പക്ഷേ പ്യുവറായിട്ട് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ കഞ്ചൻജുംഗയാണ്. എങ്കിലും ഇന്ത്യയിലെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മൗണ്ട് K2 പറയാൻ പറ്റും. അത് നമ്മൾ GKയുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ ഒരു പർവ്വതനിര ക്ലൈംബ് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് പാകിസ്ഥാൻകാരനായിട്ടുള്ള കാഷിഫ്. അടുത്ത ഫാക്റ്റ്, ഇബ്രാഹിം റൈസി വാസ് ഒഫീഷ്യലി സോൺ ഇൻ ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ഇറാൻ. ഇറാന്റെ പുതിയ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. ഇസ്മയിൽ സബ്രി യാക്കൂബ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് മലേഷ്യ. മലേഷ്യയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു? ഇസ്മയിൽ സബ്രി യാക്കൂബ്. 41ാമത് ഫാക്ട്, ഭുവനേശ്വർ ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു അച്ചീവ് 100% COVID-19 വാക്സിനേഷൻ. 100% COVID-19 വാക്സിനേഷൻ നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സിറ്റിയായിട്ട് ഭുവനേശ്വർ മാറിയിരിക്കുന്നു. ഭുവനേശ്വർ എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ. അടുത്തത്, ഇന്ത്യ ഈസ് റാങ്ക്ഡ് 122nd ഓൺ എ ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020. 2020 ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 122. 43ാമത് ഫാക്ട്, 130th എഡിഷൻ ഓഫ് ഡ്യൂറൻ കപ്പ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഇൻ ആൻഡ് അറൌണ്ട് കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് 130ാമത് ഡ്യൂറന്റ് കപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഈ ഡ്യൂറന്റ് കപ്പ് എന്നറിയപ്പെടുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഐ ലീഗ്, ISL ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ഐ ലീഗും ISL ഒക്കെ ഇന്ത്യയിൽ നടക്കുന്ന ഡൊമസ്റ്റിക് ലീഗുകളാണ്, ഫുട്ബോൾ ടൂർണമെന്റുകളാണ്. അപ്പോൾ അതിലൊക്കെ ഉള്ള ടീമുകൾ ഉൾപ്പെടുത്തതാണ് ഈ ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കൊൽക്കത്തയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ഫാക്ട്, ടോക്കിയോ പാരാലിമ്പിക്സ് സമാപിച്ചിരിക്കുന്നു. സാധാരണ വിന്റർ ഒളിമ്പിക്സ് നടന്നതിന് ശേഷമായിരിക്കും ഈ ടോക്കിയോ പാരാലിമ്പിക്സ് നടക്കാറ്. സാധാരണ ഒളിമ്പിക്സ് നടന്ന അതേ സ്ഥലത്ത് തന്നെയായിരിക്കും ഈ പാരാലിമ്പിക്സും ഉണ്ടാവാറ്. സോ ഒളിമ്പിക്സ് കഴിഞ്ഞ ശേഷമാണ് പാരാലിമ്പിക്സ് നടക്കുക. ഒളിമ്പിക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. സോ പാരാലിമ്പിക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്ത്യ ഈ പാരാലിമ്പിക്സിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നേട്ടങ്ങൾ നമുക്ക് നോക്കാം. ടോട്ടലി ഇന്ത്യ 19 മെഡലുകളാണ് 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായത്. 19 മെഡലുകൾ. അപ്പോൾ ഇതിൽ 5 സ്വർണം ഉൾപ്പെടും. 5 സ്വർണം, 5 ഗോൾഡ്. അപ്പോൾ ഈ 5 ഗോൾഡ് ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് ജസ്റ്റ് ഓർക്കുക. ഒന്ന്, ആവണി ലഖാറ ഏത് കാറ്റഗറിയിലാണ്? ഷൂട്ടിംഗ്. ഓക്കെ. സുമിത് അന്തിൽ അത്ലറ്റിക്സ്, ജാവലിൻ ത്രോയിൽ. അതായത് ജാവലിൻ ത്രോയിൽ നമ്മൾ നീരജ് ചോപ്രയുടെ പറഞ്ഞു. അതേ വർഷം തന്നെ പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നമുക്ക് സ്വർണം കിട്ടി സുമിത് അന്തിൽ. ഓക്കെ. ഷൂട്ടിങ്ങിന് പിന്നെ ഒരു സ്വർണം കൂടി കിട്ടിയിട്ടുണ്ടായി, മനീഷ് നർവാൾ. പിന്നീട് ബാഡ്മിൻ്റണിലാണ്. ബാഡ്മിൻ്റണിൽ 2 സ്വർണ്ണമാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. പ്രമോദ് ഭഗത്തും കൃഷ്ണ നാഗറും. പ്രമോദ് ഭഗത് ആൻഡ് കൃഷ്ണ നാഗർ. ഓക്കെ. സോ 5 സ്വർണ്ണമാണ് ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഓർക്കുക, ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറർ ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അത് മാരിയപ്പൻ തങ്കവേലു ആണ്. ഹൈ ജമ്പിൽ
എന്ന ഐറ്റത്തിലാണ് മാരിയപ്പൻ തങ്കവേലു പങ്കെടുക്കാറുള്ളത്. അദ്ദേഹത്തിന് ഈ പാരാലിമ്പിക്സിൽ വെള്ളി മെഡലാണ് കിട്ടിയത്. വെങ്കലല്ല, വെള്ളി മെഡലാണ് കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ, അടുത്തൊരു ഫാക്ട്. ദ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ IGI എയർപോർട്ട് in New Delhi has found place among world's top 50 best airport in the 2021 Skytrax World Airport Awards. വേൾഡ് എയർപോർട്ട് അവാർഡിൽ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയിലെ ഇതിന് ടോപ്പ് 50 കാറ്റഗറിയിൽ വരാൻ വേണ്ടി പറ്റി. അത്രയും മികച്ച ഒരു സൗകര്യമുള്ള എയർപോർട്ടാണ് ഈ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് ഓർക്കുക. A book titled The Earth Spinner, authored by അരുന്ധതി റായ്. അരുന്ധതി റായ്ക്കാണ്, അല്ലെങ്കിൽ അരുന്ധതി റായ് എഴുതിയുള്ള ബുക്കാണ് ദ എർത്ത് സ്പിന്നർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ബുക്കുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും പഠിക്കാൻ വേണ്ടി നോക്കുക, കാരണം അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, വേൾഡ്സ് ഹയസ്റ്റ് മൂവി തിയേറ്റർ ഹാസ് റീസെൻ്റ്ലി ബീൻ ഇനാഗുറേറ്റഡ് ഇൻ ലഡാക്ക്. ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മൂവി തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര ഗവൺമെൻറ് ലോഞ്ച്ഡ് എ സ്പെഷ്യൽ മിഷൻ കോൾഡ് മിഷൻ വാത്സല്യ ഇൻ ഓർഡർ ടു ഹെൽപ്പ് വുമൺ ഹു ലോസ്റ്റ് ദെയർ ഹസ്ബൻഡ് ടു COVID-19. COVID-19 ബാധിച്ച് മരണപ്പെട്ടുള്ള ആളുകളുടെ ഭാര്യമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത മിഷനാണ് മിഷൻ വാത്സല്യ. ഓക്കെ, ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിക്കുക. സുപ്രീം കോർട്ടിന് പുതിയതായിട്ടൊരു ചീഫ് ജസ്റ്റിസിനെ നിയോഗിക്കപ്പെട്ടു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു, ഞാൻ മിസ്സായി പോയതാണ്. അതാരാണ്? NV രമണയാണ് കേട്ടോ. ശരത് ബോംഡെ മാറ്റിയിട്ടാണ് NV രമണ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മാത്രമല്ല സുപ്രീം കോർട്ടിൻ്റെ സ്ട്രെങ്ത്, ടോട്ടൽ നമ്പർ ഓഫ് ജഡ്ജസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ 33 ജഡ്ജിമാരാണ് സുപ്രീം കോർട്ടിന് നിലവിലുള്ളത്. 33 ജഡ്ജി എന്ന് പറയുന്നത് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. 33 ജഡ്ജാണ് ഇപ്പോൾ സുപ്രീം കോർട്ടിൽ നിലവിൽ ടോട്ടൽ സ്ട്രെങ്ത്. 12ാമത് ഡിഫൻസ് എക്സ്പോ 2022 നടക്കാൻ വേണ്ടി പോകുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് കേട്ടോ. ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് 12th ഡിഫൻസ് എക്സ്പോ നടക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ഫാക്ട്. ഗീതാ ഗോവിന്ദ ജയദേവാസ് ഡിവൈൻ ഒഡീസി, ഓതേർഡ് ബൈ ഉത്പൽ കെ ബാനർജി. ഉത്പൽ കെ ബാനർജിയുടെ പുതിയ ഒരു ബുക്കാണ് ഇത്, ഗീതാ ഗോവിന്ദ ജയദേവാസ് ഡിവൈൻ ഒഡീസി. G20 ലീഡേഴ്സ് സമ്മിറ്റ് 2023 ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇന്ത്യയാണ്. 2023 G20 ലീഡേഴ്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. വേൾഡ്സ് ലാർജസ്റ്റ് പ്ലാന്റ് ഡിസൈൻ ടു ക്യാപ്ചർ കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ഓഫ് ദ എയർ ബിഗൻ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ഐസ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്ലാന്റാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു പ്ലാന്റ് ഐസ്ലാൻഡിൽ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നു. പുതിയതായിട്ട് നിയോഗിക്കപ്പെട്ടുള്ള ഗവർണേഴ്സാണ് ലഫ്റ്റനന്റ് ജനറലായിട്ടുള്ള ഗുർമിത് സിംഗ്. ഗുർമിത് സിംഗിനെ ഉത്തരാഖണ്ഡിൻ്റെ ഗവർണറായിട്ട് നിയോഗിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ ഗവർണർ ആരാണ്? ഗുർമിത് സിംഗ്. പഞ്ചാബിൻ്റെ പുതിയ ഗവർണർ ആരാണെന്ന് ചോദിക്കാം. ബൻവരിലാൽ പുരോഹിത്. ബൻവരിലാൽ പുരോഹിത്. തമിഴ്നാടിൻ്റെ പുതിയ ഗവർണർ ആരാണ്? RN രവി. RN രവി. ഓക്കെ, അടുത്ത ഫാക്ട്. എൽ സാൽവഡോർ ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ആക്സെപ്റ്റ് ബിറ്റ്കോയിൻ ആസ് ലീഗൽ ടെൻഡർ. നാഷണൽ കറൻസി ആയിട്ട് ബിറ്റ്കോയിനെ മാറ്റിയ ആദ്യത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിക്കാം. അത് എൽ സാൽവഡോർ ആണ്. എൽ സാൽവഡോർ ബിറ്റ്കോയിനെ ലീഗൽ ടെൻഡറാക്കി മാറ്റിയിരിക്കുന്നു. ഗുജറാത്തിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണ് ചോദിക്കാം. ഭൂപേന്ദ്ര പട്ടേൽ. ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്തിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്റർ. ജീവ് മിൽഖ സിംഗ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് പ്രൊഫഷണൽ ഗോൾഫർ ഇൻ ദ വേൾഡ് ടു റിസീവ് ദ പ്രസ്റ്റീജിയസ് 10-year ദുബായ് ഗോൾഡൻ വിസ. അത്ര ഫേമസ് ആയിട്ടുള്ള 10 വർഷത്തെ ദുബായ് ഗോൾഡൻ വിസ കിട്ടിയ ആദ്യത്തെ പ്രൊഫഷണൽ ഗോൾഫർ ആരാണെന്ന് ചോദിക്കാം.
ജീവ് മിൽഖ സിംഗ് ആണ്, ഇന്ത്യക്കാരനാണ് ജീവ് മിൽഖ സിംഗ്. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഗോൾഫർക്ക് കിട്ടുന്ന 10-year ദുബായ് ഗോൾഡൻ വിസ ലഭിച്ചത്. ജീവ് മിൽഖ സിംഗ്, ആ പേര് ഒന്ന് ഓർക്കുക. അടുത്ത ഫാക്ട്, നോർത്ത് കൊറിയ വാസ് ഫോർമലി സസ്പെൻഡഡ് ഫ്രം ദ 2022 ബീജിംഗ് വിന്റർ ഒളിമ്പിക്സ് ബൈ ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC നോർത്ത് കൊറിയയെ 2022 ബീജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അടുത്ത ഫാക്ട്, ഇന്ത്യ ഈസ് സെറ്റ് ടു ഹോസ്റ്റ് ദ ഫസ്റ്റ് എവർ ഗ്ലോബൽ ബുദ്ധിസ്റ്റ് കോൺഫറൻസ്. ബീഹാറിലാണ് ഈ ഗ്ലോബൽ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് നടക്കുന്നത്. ഇന്ത്യയാണ് അതിൻ്റെ ഹോസ്റ്റ് ചെയ്യുന്നത്. ബീഹാറിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇൻഡോ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസ് സൂര്യകിരൺ അറ്റ് പിത്തോരാഗഡ് ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേരാണ് സൂര്യകിരൺ. ഓക്കെ, സൂര്യകിരൺ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് എന്ന് ചോദിക്കാം. ഓർക്കുക, ഇന്ത്യയും നേപ്പാളും. ഇന്ത്യയുടെ പങ്കജ് അദ്വാനി ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നു. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ആരാണ്? ഇന്ത്യയുടെ പങ്കജ് അദ്വാനി. രാജ ഋത്വിക് ബിക്കം ഇന്ത്യാസ് 70th ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 68ാമത് ഗ്രാൻഡ് മാസ്റ്റർ, 69ാമത് ഗ്രാൻഡ് മാസ്റ്റർ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 70ാമത് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ആരാണ്? രാജ ഋത്വിക്. ചെസ്സാണ് കേട്ടോ, ചെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യം വരുന്നത്. ചെസ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതാണ്. ഗുജറാത്തിൻ്റെ ധോളവീര എന്ന് പറയുന്ന സ്ഥലം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്തിലെ ധോളവീര എന്ന് പറയുന്നത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യമാണ്. സാൻഡ് കാസ്റ്റിൽ ഇൻ ഡെൻമാർക്ക് ഹാസ് എൻറ്റേർഡ് ഇൻ ടു ന്യൂ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ബീങ് ദ ടോളസ്റ്റ് സാൻഡ് കാസ്റ്റിൽ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡ് കാസ്റ്റിൽ എന്ന ഒരു ബഹുമതി ഡെൻമാർക്കിൻ്റെ സാൻഡ് കാസ്റ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നു. 65ാമത് ഫാക്ട്, സിംഗപ്പൂർ ഹാസ് അൺവീൽഡ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഫാംസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഫാംസ് നിർമ്മിച്ചത് ആരാണ്? ചോദിക്കാം. സിംഗപ്പൂർ. വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ഫാം സിംഗപ്പൂരാണ് കേട്ടോ. കർണാടകയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, കർണാടകയിൽ BS യെദ്യൂരപ്പയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തെ മാറ്റി പുതിയൊരാൾ വന്നിരിക്കുന്നു. ബസവരാജ് എസ് ബൊമ്മയാണ് പുതിയ കർണാടകൻ ചീഫ് മിനിസ്റ്റർ. നമ്മൾ തൊട്ട് മുന്നേ ഗുജറാത്തിൻ്റെ പറഞ്ഞു, ഇപ്പോൾ ഇതാ കർണാടകത്തിൻ്റെയും പറയുന്നു. അപ്പം BS യെദ്യൂരപ്പ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ് ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം. അതായത് അവരുടെ ഇലക്ട്രിക് ബൈക്ക്, അവരുടെ പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ ഇലക്ട്രിക് ബൈക്ക് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ പോവുക, ഫോണിലൊരു ആപ്പ് ഉണ്ട്, യുളു എന്നറ്റം പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ചിട്ട് അത് സ്കാൻ ചെയ്താൽ നമ്മളെ കയ്യിലേക്ക് ആ വണ്ടി വരും. ഇപ്പം നിശ്ചിത പൈസ അടക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ദൂരം അതിൽ പോവാം. എന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും ആ സ്കാൻ ചെയ്ത സംഭവം ഒന്ന് ക്ലോസ് ആക്കിയാൽ നമുക്ക് അടുത്ത ഒരു സെൻറ്ററിൽ, അടുത്തൊരു സ്റ്റേഷനിൽ ആ ബൈക്ക് നിക്ഷേപിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പോകാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഒരു സ്കീം, ഇലക്ട്രിക് ബൈക്ക് ടാക്സി സ്കീം കൊണ്ടുവന്നിരിക്കുന്നു. BS യെദ്യൂരപ്പയായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നത്. ഓക്കെ. 67ാമത് ഫാക്ട്, കർണാടക ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു പ്രൊവൈഡ് 1% റിസർവേഷൻ ഫോർ ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് 1% റിസർവേഷൻ കൊണ്ടുവന്ന ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടക. Indian Army has named one of its firing ranges in Kashmir after Bollywood actress Vidya Balan. The Vidya Balan firing range is situated at Gulmarg. കാശ്മീരിലെ ഒരു ഫയറിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് മാറ്റി നമ്മളെ ബോളിവുഡിലെ പ്രശസ്ത നടിയായിട്ടുള്ള വിദ്യാ ബാലൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ്. ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫയറിംഗ് റേഞ്ചിനാണ് വിദ്യാ ബാലൻ ഫയറിംഗ് റേഞ്ച് എന്ന പുതിയൊരു നെയിം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഫാക്റ്റുകളാണ് ഇതൊക്കെ.
Indian economist Kaushik Basu has been awarded the Humboldt Research Award for Economics. Humboldt Research Award എക്കണോമിക്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അത് കിട്ടിയ ആളാണ് ഇന്ത്യക്കാരനായിട്ടുള്ള കൗശിക് ബാസു. അടുത്തത് യാഷ്പാൽ ശർമ്മ എന്തുമായി അസോസിയേറ്റ് ചെയ്തതാണെന്ന് ചോദിക്കാം. കാരണം യാഷ്പാൽ ശർമ്മ റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം 1983 ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു. ആ ഒരു ലോകകപ്പാണ് ഇന്ത്യ സ്വന്തമാക്കിയുള്ളത്. സോ ആ ലോകകപ്പിൽ പങ്കെടുത്ത ഒരു മനുഷ്യനാണ് ഈ യശ്പാൽ ശർമ്മ എന്ന് പറയുന്നത്. ഇദ്ദേഹം റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ടു. സോ യശ്പാൽ ശർമ്മ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റ്. ഓക്കെ. 71ാമത് ഫാക്ട്. R.S. Sharma has been appointed as the new Chief Executive Officer of the ആയുഷ്മാൻ ഭാരത് സ്കീം. സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഈ ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്നത്. അതിൻ്റെ CEO ആയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് R.S. ശർമ്മ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അടുത്ത ഫാക്റ്റാണ് ഇന്ത്യ വാസ് റാങ്ക്ഡ് 86th ഇൻ എ കൊറോണ വൈറസ് പെർഫോമൻസ് ഇൻഡെക്സ്. കൊറോണ വൈറസ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന ഒരു പുതിയൊരു ഇൻഡെക്സ് വന്നിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഇന്ത്യയുടെ റാങ്ക് 86ാമതാണ് കേട്ടോ, 86. The Reliance Jio venture of billionaire Mukesh Ambani has become the 5th strongest brand globally. ലോകത്തിലെ തന്നെ 5ാമത് സ്ട്രോങ്ങസ്റ്റ് ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് റിലയൻസ് ജിയോ. ഓക്കെ. 74ാമത് ഫാക്റ്റ്. SpaceX has created a new world record. It has launched 143 satellites on a single rocket called Falcon 9 rocket. SpaceX പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. 143 സാറ്റലൈറ്റ്സിനെ ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് സ്പേസിലേക്ക് എത്തിക്കുക എന്നൊരു ടാർഗറ്റാണ് SpaceX ഇതോടെ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏത് റോക്കറ്റിലാണ് ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഫാൽക്കോൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ ISRO സൃഷ്ടിച്ചിരുന്ന 104 സാറ്റലൈറ്റ്സിനെ ഒരുമിച്ച് സ്പേസിലേക്ക് എത്തിച്ചു എന്നുള്ള ആ ഒരു റെക്കോർഡായിരുന്നു. അതിപ്പോൾ മറികടന്നിരിക്കുകയാണ് SpaceXന്റെ ഫാൽക്കോൺ 9 എന്ന പേരുള്ള റോക്കറ്റ്. ഭാവന കാന്ത് ഈസ് ടു ബിക്കം ദ ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ റിപ്പബ്ലിക് ഡേ പരേഡ്. റിപ്പബ്ലിക് ഡേ പരേഡിലെ പങ്കെടുക്കുന്ന ആദ്യത്തെ വുമൺ ഫൈറ്റർ പൈലറ്റാണ് ഭാവന കാന്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഓക്കെ, ഭാവന കാന്ത്. ചൈന ഹാസ് അഗെയിൻ ബിക്കം ഇന്ത്യാസ് ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ ഇൻ ദ ഇയർ 2020. 2020 ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ചൈന എന്ന് പറയാൻ പറ്റണം. ഓക്കെ, ചൈനയോട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ണർ ചൈന തന്നെയാണ്. ഇന്ത്യൻ ആൻഡ് ദ ഇന്തോനേഷ്യൻ നേവീസ് ഹെൽഡ് ദ പാസെക്സ് മിലിറ്ററി എക്സസൈസ് ഇൻ അറേബ്യൻ സീ. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് പാസെക്സ്. 2020 അത് നടന്നത് അറേബ്യൻ സീയിലാണ് എന്ന് ഓർക്കുക, അറേബ്യൻ സീ. ഓക്കെ. ദ യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആൻഡ് ദ ആർബർ ഡേ ഫൗണ്ടേഷൻ ഹാവ് റീസെൻ്റ്ലി റെക്കഗ്നൈസ്ഡ് ഹൈദരാബാദ് ആസ് എ 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ്. 2020 ട്രീ സിറ്റി ആയിട്ട് ഹൈദരാബാദിനെ സെലക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ ആൾക്കാരാണ് ഈ ഒരു സംഭവം, ഈ ഒരു അംഗീകാരം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO എന്ന് ചുരുക്കപ്പേരുള്ളതും പിന്നെ ആർബർ ഡേ ഫൗണ്ടേഷൻ. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഹൈദരാബാദിന് 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് എന്ന ഒരു അംഗീകാരം കൊടുക്കുന്നത്. COVID-19 വാർ മെമ്മോറിയൽ എവിടെയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കാം. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് COVID-19 വാർ മെമ്മോറിയൽ വരാൻ വേണ്ടി പോകുന്നത്. കർണാടകയിലെ 31ാമത് ഡിസ്ട്രിക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് വിജയനഗര. എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്, വിജയനഗര സാമ്രാജ്യത്തിലെ ക്യാപിറ്റൽ ഏതായിരുന്നു, അല്ലെങ്കിൽ ഹംപി എന്ന് പറയുന്നത് ഏത് എംപയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതൊക്കെ നമുക്ക് വിജയനഗര എന്ന ഒരു പേര് ഫേമസ് ആക്കുന്നു. സോ വിജയനഗര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് കർണാടകയിലെ 31ാമത് ഡിസ്ട്രിക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഒഫീഷ്യലി. ഓക്കെ. വേൾഡ്സ് ഫസ്റ്റ് ഷിപ്പ് ടണൽ ഈസ് സെറ്റ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ നോർവേ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഷിപ്പ് കടന്നു പോകുന്ന ഒരു ടണൽ ഗുഹ അത് നോർവേയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
Minister of State Independent Charge for Civil Aviation Hardeep Singh Puri has inaugurated the Kurnool Airport in Andhra Pradesh. ആന്ധ്രാപ്രദേശിൽ പുതിയൊരു എയർപോർട്ട് വരികയാണ്, കുർണൂൽ എന്ന് പറയുന്ന സ്ഥലത്ത്. കുർണൂൽ എയർപോർട്ട് അത് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, കുർണൂൽ എയർപോർട്ട് എവിടെയാണ് എന്ന് ഓർക്കുക, ആന്ധ്രാപ്രദേശ്. The Union Education Minister Ramesh Pokhriyal has inaugurated the New Delhi World Book Fair 2021 virtual edition. Virtually നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. വേൾഡ് ബുക്ക് ഫെയർ 2021 നടന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. വേൾഡ് ബുക്ക് ഫെയർ എവിടെയാണ് നടന്നത് എന്ന് ഓർക്കുക, ന്യൂഡൽഹി. സഞ്ജീവ് കുമാർ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. AAI അഥവാ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ് എന്ന് ചോദിക്കാം, സഞ്ജീവ് കുമാർ ആണ്. അജയ് മാത്തൂർ ടേക്സ് ഓവർ ആസ് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലിയൻസ് ISA. ഇന്റർനാഷണൽ സോളാർ അലിയൻസിന്റെ ഡയറക്ടർ ജനറലായിട്ട് അജയ് മാത്തൂറിനെ നിയോഗിച്ചിരിക്കുന്നു. ഇറ്റലി ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് എവർ മെഗാ ഫുഡ് പാർക്ക് പ്രോജക്റ്റ് ഇൻ ഇന്ത്യ. ഇറ്റലി അവരുടെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. 19th എഡിഷൻ ഓഫ് ദ ഇന്ത്യൻ ആൻഡ് ഫ്രഞ്ച് നേവി ബൈലാറ്ററൽ എക്സസൈസ് വരുണ 2021 കണ്ടക്റ്റഡ് ഇൻ അറേബ്യൻ സീ. അറേബ്യൻ സീയിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നേവി ബൈലാറ്ററൽ എക്സസൈസ്. 19ാമതാണ് കേട്ടോ അത്, വരുണ എന്ന പേരുള്ള എക്സസൈസ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അറേബ്യൻ സീയിലാണ് കേട്ടോ. ഇന്ത്യ ഫ്രാൻസും തമ്മിലുള്ള ബൈലാറ്ററൽ എക്സസൈസ് ആണ് വരുണ. കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അറേബ്യൻ സീയിലാണ്. രാജസ്ഥാൻ ബിക്കംസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ദ ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് ടു ഓൾ. എല്ലാ ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നു രാജസ്ഥാൻ. ദ ഗ്രേറ്റ് ഖാലി ഇൻഡക്റ്റഡ് ഇൻ WWE Hall of Fame 2021. WWE എന്ന് പറഞ്ഞാൽ ഒരു റെസ്ലിംഗ് ആണ്. നമ്മളെ 10 സ്പോർട്സ് എന്ന ചാനലിൽ പഴയ കാലത്തൊക്കെ ഞാനൊക്കെ കുറേ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു റെസ്ലിംഗ് ആണ് WWE എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഗ്രേറ്റ് ഖാലി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമാക്കിയിട്ടുള്ള കാര്യം. റെസ്ലിംഗിലെ തന്നെ ഏറ്റവും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉയരം കൂടിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 7 അടി 2 ഇഞ്ചോളം ഹൈറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 7 അടി 2 ഇഞ്ചോളം. റെസ്ലിംഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, കാണുമ്പോൾ തന്നെ പേടിയാവും. നമ്മളൊക്കെ അടുത്ത് പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ താഴെ ഹൈറ്റ് ഉണ്ടാവും. സോ അദ്ദേഹത്തിനെ WWE Hall of Fameൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, അതായത് WWE മത്സരിച്ചുള്ള ആൾക്കാരിൽ ഏറ്റവും പ്രശസ്തമായ വ്യക്തികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു ലിസ്റ്റാണ് ഈ ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ദ ഗ്രേറ്റ് ഖാലിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ റിസീവ്സ് കലിംഗ രത്ന അവാർഡ്. കലിംഗ രത്ന അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിക്കാം. ആന്ധ്രാപ്രദേശ് ഗവർണറായിട്ടുള്ള ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് കലിംഗ രത്ന അവാർഡ് ഈ വർഷത്തേത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 91ാമത് ഫാക്ട്. ന്യൂ CEO ഓഫ് ആമസോൺ. ആമസോണിന് പുതിയ CEO ആയിരിക്കുന്നു. ആരാണത്? ആൻഡി ജെസ്സിയാണ് ആമസോണിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. വേൾഡ്സ് ഫസ്റ്റ് കൺട്രി ടു അലൗ ഡ്രൈവർലെസ് കാർസ് ഓൺ റോഡ്സ്. ലോകത്തിലെ ഡ്രൈവർലെസ് കാർസ് റോഡിൽ അലൗഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിക്കാം. യുണൈറ്റഡ് കിങ്ഡം ആണ്, UK. ഡ്രൈവർലെസ് കാർസ് റോഡിൽ അലൗ ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം, UK. 2021 ലൗറീസ് വേൾഡ്സ് സ്പോർട്സ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നവോമി ഒസാക്ക ആൻഡ് റാഫേൽ നദാൽ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു അവാർഡ് വിജയിച്ചത്. ഓക്കെ, നവോമി ഒസാക്കയും റാഫേൽ നദാലും രണ്ടുപേരും ടെന്നീസുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യൻ സയൻറ്റിസ്റ്റ് CNR റാവു റിസീവ്ഡ് 2020 ഇന്റർനാഷണൽ എനി ഓർ എനർജി ഫ്രണ്ടിയർ അവാർഡ്. 2020 ഇന്റർനാഷണൽ എനി അവാർഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എനർജി ഫ്രണ്ടിയർ അവാർഡ് കിട്ടിയുള്ള ശാസ്ത്രജ്ഞനാണ് CNR റാവു. ഇന്ത്യൻ വംശജനാണ്. ഓക്കെ, 95ാമത് ഫാക്ട്. ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആൻഡ് നൊബേൽ ലിറ്ററേറ്റ് അമർത്യ കുമാർ സെൻ ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് ദ 2021 പ്രിൻസസ് ഓഫ് ഓസ്ട്രിയസ് അവാർഡ് ബൈ സ്പെയിൻ ഇൻ ദ സോഷ്യൽ സയൻസ് കാറ്റഗറി. 2021 പ്രിൻസസ് ഓഫ് ഓസ്ട്രിയസ് എന്ന
ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്പെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവാർഡാണത്. അപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ കുമാർ സെന്നാണ്. അമർത്യ സെന്നാണ്. ഓക്കെ, എത്ര ഓർത്താണ് അമർത്യ സെൻ. സത്യ നദല്ല ഹാസ് ബിക്കം ദ ചെയർമാൻ ഓഫ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റെ പുതിയ ചെയർമാനായിട്ട് ആര് വന്നിരിക്കുകയാണ്? സത്യ നദല്ല. നഫ്താലി ബെന്നറ്റ് ഈസ് ഇസ്രായേൽസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. ഇസ്രായേലിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിക്കാം. നഫ്താലി ബെന്നറ്റ് ആണ് ഇസ്രായേലിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. ICC മെൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2021 now shifted to UAE and Oman. 2021 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യയിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡ് സാഹചര്യം കാരണം ആ ഒരു ലോകകപ്പ് UAE ആൻഡ് ഒമാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. IPL 2021 പോലും പകുതി ഇന്ത്യയിൽ കളിച്ചു, കോവിഡ് കാരണം ഷിഫ്റ്റ് ചെയ്ത് UAEയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് T20 വേൾഡ് കപ്പും UAEയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓക്കെ. കർണം മല്ലേശ്വരി അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റി. ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? കർണം മല്ലേശ്വരിയാണ് കേട്ടോ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക് മെഡൽ നേടിയുള്ള ആളാണ് കർണം മല്ലേശ്വരി. 100ാമത് ഫാക്ട്, ജസ്പ്രീത് ബുംറ അപ്പോയിന്റഡ് ആസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് OnePlus. ജസ്പ്രീത് ബുംറയെ OnePlusന്റെ ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റിയിരിക്കുകയാണ് വിയറബിൾ കാറ്റഗറിയിൽ കേട്ടോ, വിയറബിൾ കാറ്റഗറിയിൽ. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾ MTS എക്സാമിന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ്സും കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും കാണാൻ വേണ്ടി നോക്കുക. ഇത് 2 ക്ലാസ്സും കാണുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 200-ലധികം ഫാക്ട്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് കണ്ടതിന് ശേഷം മാത്രം പുതിയൊരു കറണ്ട് അഫയേഴ്സിലേക്ക് പോവുക. ഓക്കെ. സോ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ സെപ്റ്റംബർ 15-ാം തീയതി എറണാകുളത്തായിരുന്നു 2019 CGL സ്കിൽ ടെസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്കിൽ ടെസ്റ്റിന് പോയ സമയത്ത് 2-3 ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഒരു ക്ലാസ് കാണാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. സോ അവരോട് സംസാരിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലൊരു സന്തോഷം എനിക്കുണ്ടായി. അപ്പം അത് കഴിഞ്ഞു, സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്ത്, ട്രെയിനിലിരിക്കുന്ന സമയത്ത് ആ ഒരു മൊമെൻ്റ് ആലോചിച്ചിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്താ പറയുക, 2018 CGL എക്സാം കിട്ടിയ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക് ഈ ഒരു മൊമെൻറ്റ്സ് തന്നത്. സോ ഇത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. സോ ഇനിയും തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് SSC മലയാളി.